ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അർദ്ധക്കട്ടി ചക്രാസനം പഠിക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ആദ്യം പറയാം. ഉദരത്തിലെയും ഇടുപ്പുകളിലെയും കൊഴുപ്പുകൾ കുറയ്ക്കുന്നു. അവിടുത്തെ രക്തചംക്രമണം വർദ്ധിക്കുന്നു. ബ്ലഡിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കുന്നു. ദഹനശക്തി കൂട്ടുന്നു. ഞാൻ ഈ യോഗകളെല്ലാം കൂട്ടി ചെയ്യേണ്ട വിധം മാത്രം, ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ, ദൂഷ്യങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യത്തിന് യോഗയിൽ നിന്നും ഒരു സ്പെഷ്യൽ പാക്കേജ്. ഇതിലെ ഓരോ യോഗയും ഞാൻ തന്നെ ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ഓരോ യോഗയും അതാത് ഓർത്തോയും ഫിസിഷ്യൻസും ഗൈനക്കോളജിസ്റ്റും എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ദൂഷ്യങ്ങളും ഫലങ്ങളും ഗുണങ്ങളും കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ വളരെ സിമ്പിളാണ് യോഗ. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എവിടെ വേണേലും കിട്ടും. പക്ഷേ ഇത് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ റേഡിയോയിൽ ആകാശവാണി പറയുന്ന പോലെ അവർ പറയുന്നത് ഏത് അന്തർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ സാവധാനമാണ്. നമുക്കൊരു ഗുരുവിൽ നിന്ന് മാത്രമേ യോഗ പഠിക്കാവുള്ളൂ എന്നാണ്. പക്ഷേ ഇതൊരു ഗുരു ഇല്ലാതെ തന്നെ ഈ പുസ്തകം എടുത്തു വെച്ച് എങ്ങനെ ശ്വാസം പിടിക്കണം, എങ്ങനെ നമ്മുടെ കൈകൾ പൊക്കണം, എങ്ങനെ കാലുകൾ പൊക്കണം, എങ്ങനെ യോഗ മാറ്റി കിടക്കണം, ഈ സർവ്വ വിവരങ്ങളും കൃത്യമായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം എടുത്തു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് സംശയം വരികയില്ല. ശ്വാസം വലിക്കുന്നത്, ശ്വാസം എങ്ങനെ വിടണം, എങ്ങനെ കൈകൾ പൊക്കണം, മാറ്റിൽ എങ്ങനെ ഉറപ്പിച്ചു വെക്കണം, ഏത് ഡയറക്ഷനിലായിരിക്കണം, സർവ്വ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ആവശ്യപ്പെട്ടവർക്ക് വേണ്ടവർക്ക് ഇത് VPB ആയിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അയച്ചു തരാം. 300 രൂപയാണ് ഈ ബുക്കിന്. അർദ്ധക്കട്ടി ചക്രാസനത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ഇടുപ്പുകളിൽ ഉള്ള രക്തചംക്രമണം കൂട്ടുന്നു, കൊഴുപ്പുകൾ കുറയ്ക്കുന്നു, ഉദരത്തിലെ കൊഴുപ്പുകൾ കുറയ്ക്കുന്നു, ദഹനശക്തി കൂട്ടുന്നു. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കും. ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കണം. 2 കൈകളും ശരീരത്തിൻ്റെ 2 ഭാഗത്ത്, ശരീരത്തിൻ്റെ 2 വശങ്ങളിലുമായിട്ട് കൈ ഇങ്ങനെ സ്റ്റഡിയായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു കൈ ഉയർത്തി അതിൻ്റെ കൈയുടെ പാം തറയിലേക്ക് തിരിക്കണം. തലയ്ക്ക് മുകളിലായിട്ട് വളച്ച് വെക്കണം. പക്ഷേ കൈയുടെ ഇന്നർ ആംസ് ചെവിയെ മുട്ടിയിരിക്കണം. ലെഫ്റ്റ് കൈ, മറ്റേ കൈ, വലത്ത് കൈയാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ ഇടത്ത് കൈ ചേർന്നിരിക്കുന്ന ഈ പതുക്കെ തുടഭാഗത്ത് കൂടി ചായച്ച് വെക്കണം. എന്നിട്ട് ശരീരം സ്വല്പം വളയും. എന്നിട്ട് അകലേക്ക് നോക്കി നിൽക്കണം. അത് കഴിഞ്ഞ് തിരിച്ചും ചെയ്യണം. ഇടത് കൈ പൊക്കി വലത് കൈ തുടയുടെ ഭാഗത്തൂടെ തെന്നിച്ച് ചേർത്ത് വെക്കണം. കാണിക്കാം. ശ്വാസം എടുത്തോണ്ടാണ് കൈ ഉയർത്തി ഇങ്ങനെ വെക്കുന്നത്. അത് കഴിഞ്ഞ് ശ്വാസം എടുത്തിട്ട് വിട്ടോണ്ട് ഈ കൈ ഇങ്ങനെ താത്തി വളഞ്ഞു പോകണം. ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ടോണ്ട് കൈ താത്തി ഈ തുടയുടെ ഭാഗത്തൂടെ തെന്നിച്ച് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഈ പുറകോട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ഇനിയും ഇടത്ത് കൈ അതുപോലെ ചെയ്യുക. ഒന്നുകൂടെ കാണിക്കാം. ശ്വാസം എടുത്തോണ്ട് കൈ മേൽപോട്ടാക്കി 2 കാലും അടുപ്പിച്ച് വെക്കണം. കൈ 2 സ്ട്രെയിറ്റായിട്ട് ശരീരത്തോട് ചേർത്ത് വെച്ചു. വലത്ത് ശ്വാസം എടുത്തോണ്ട് പൊക്കിയിട്ട് വിട്ടോണ്ട് വലതുവശത്തേക്ക് വളയുന്നതിനോടൊപ്പം ഇടത്ത് കൈ തുടയിൽ തെന്നിച്ച് താഴോട്ട് കൊണ്ടുവരിക. സ്വല്പം തുടയിൽ തന്നെയാണ് ഇരിക്കുന്നത്, സ്വല്പം താഴോട്ട് കൊണ്ടുവരണം.
ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ വശങ്ങളിലേക്ക് പുറകോട്ടോ വേറെ വശങ്ങളിലേക്ക് തിരിയല്ല. എന്നിട്ട് ഇങ്ങനെയാണ് വിശ്രമം നിന്നുകൊണ്ട് ചെയ്യുന്നതിൻ്റെ 5-6 പ്രാവശ്യം ചെയ്ത് 5 പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ വിശ്രമിക്കണം. ഇടുപ്പുകളിൽ 2 കൈയും വെച്ച് കാലിച്ചിരി അകത്തി അകലേക്ക് നോക്കി നോർമൽ ബ്രീത്തിങ് നിൽക്കുക. അതാണ് അതിൻ്റെ റിലാക്സേഷൻ.